ഒരു അപകട വാർത്തയിലേക്കാണ്. തമിഴ്നാട് വാൽപ്പാറയിൽ സർക്കാർ ബസ് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് 27 പേർക്ക് പരിക്ക്. 14 പേരുടെ നില ഗുരുതരം. തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് മറിഞ്ഞത്. ഹെയർപിൻ തിരിയുമ്പോഴാണ് നിയന്ത്രണം വിട്ട് 10 അടി ആഴത്തിലുള്ള കുഴിയിലേക്ക് മറിഞ്ഞത്. പുലർച്ചെ 3 മണിക്കാണ് അപകടമുണ്ടായത്. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, എപ്പോൾ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ആളപായം എന്തെങ്കിലും ഉണ്ടോ? അമൃത, ഇന്ന് പുലർച്ചെ 2:30-3 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് ഇത് തിരുപ്പൂരിൽ നിന്നും വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന സർക്കാർ വാഹനമാണ് ഈ ബസ്. തിരുപ്പൂരിൽ നിന്നും 12 മണിയോടുകൂടി പുറപ്പെട്ട വാഹനമാണ്. പക്ഷേ 11 മണിയോടുകൂടി പുറപ്പെട്ട വാഹനമാണ്. ഈ പുലർച്ചയോടുകൂടി വാൽപ്പാറയിൽ എത്തേണ്ടതാണ്. അതിനിടയിൽ 33-ാം ബെൻഡ് കയറുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 33-ാം ബെൻഡിൽ നിന്നും തൊട്ട് താഴെയുള്ള ബെൻഡിലേക്ക് ഈ വാഹനം മറയുകയും ഏകദേശം 10 അടി താഴ്ചയിലേക്ക് വാഹനം മറഞ്ഞിരുന്നു. എന്താണ് അപകടത്തിന്റെ കാരണം എന്ന നിലയിൽ വ്യക്തമായിട്ടില്ല. ചെറുതോതിൽ മഴയൊക്കെ പെയ്തിരുന്നു, മഴയുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 60ഓളം യാത്രക്കാർ ഈ വാഹനത്തിൽ അപകട സമയത്ത് 60ഓളം യാത്രക്കാർ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 27 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നേ ഉള്ളൂ. പക്ഷേ 14 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആ പ്രാഥമിക ചികിത്സ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇവരെല്ലാം പൊള്ളാച്ചിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 33-ാമത്തെ ബെൻഡിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റു വിവരങ്ങൾ, അതായത് മലയാളികൾ ഉണ്ടോ അല്ലെങ്കിൽ ഈ പരിക്കേറ്റവരിൽ മലയാളികൾ ഉള്ളതായി നിലവിൽ വിവരങ്ങളില്ല. രാവിലെ പുലർച്ചെ 2:00 കൂടിയാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റു വിവരങ്ങൾ, അതായത് മറ്റാർക്കും പരിക്ക് ഏറ്റവർ നില ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു. അതീവ ഗുരുതരമായുള്ളവരുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആളപായമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? ഈ കുഴിയിലേക്ക് മറിഞ്ഞു എന്നാണല്ലോ പറയുന്നത്. ഉടൻ തന്നെ ആളുകളെ മാറ്റാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? അമൃത, അതായത് ഈ 33-ാമത്തെ ബെഞ്ചിൽ നിന്നും തൊട്ട് താഴേക്കാണ് 10 അടിയോളം താഴ്ചയിലേക്കാണ് മറിയുന്നത്. അതായത് ബെഞ്ചിൽ നിന്നും താഴേക്കുള്ള ആ ഒരു താഴ്ചയിലേക്കാണ് മറന്നതെന്നാണ്. ഏകദേശം 60ഓളം യാത്രക്കാർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട് നിന്ന് ലഭിക്കുന്ന വിവരവും അത്തരത്തിൽ തന്നെയാണ് ഉള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. 60ഓളം യാത്രക്കാർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതാണ്. 27ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ കൂടുതൽ പേർക്കും സാരമായ പരിക്കുകളാണ്, ചെറിയ പരിക്കുകളാണ്. പക്ഷേ 14 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. തലയടക്കം ഇടിച്ചിട്ടുള്ള പരിക്കുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവരുടെ നില എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇവരെയൊക്കെ തന്നെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. ഉടനെ പെട്ടെന്ന് തന്നെ രാവിലെ പുലർച്ചെയാണ് അപകടം ഉണ്ടായതെങ്കിൽ പോലും ആ സമയത്ത് തന്നെ ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ അപകടം നടന്നു. അതായത് ഇതൊരു നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു റൂട്ടായതുകൊണ്ട് തന്നെ ഈ അപകടം നടന്ന് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ സമയത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഉണ്ടായത്. എന്തായാലും പരിക്കേറ്റവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് അപകടങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ.